ഓണാഘോഷവും നബിദിനവും രണ്ടും പറ്റൂല. ക്രിസ്മസും നബിദിനവും അത് രണ്ടുമില്ല. ക്രിസ്മസ് വേറൊരു മതത്തിൻ്റെതാണ്, ഓണാഘോഷം വേറൊരു വിഭാഗം. പള്ളി വേറെ, പള്ളിക്കൂടം വേറെ. മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. സോഷ്യൽ മീഡിയയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണ്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയേ. ഒരാൾക്കും വെറുപ്പ് തോന്നാൻ പാടില്ല. ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. നമ്മുടെ മക്കളിന്റെ പ്രിയപ്പെട്ടവരെ ആഘോഷത്തിന് പോകുമ്പോ, ഓണമെന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ പാടില്ല. ഹൈന്ദവരെ സ്നേഹിക്കേണ്ടതാ, ക്രൈസ്തവരെ ബഹുമാനിക്കേണ്ടതാ, മറ്റുള്ള മതക്കാരെ ബഹുമാനിക്കേണ്ടതാ. എന്നാൽ ആദർശം വിട്ടുകളിക്കാൻ പാടില്ല. ആദർശം എന്റെ പ്രിയപ്പെട്ടവരെ വിട്ടുകളിക്കാൻ പാടില്ലോ. നിന്റെ മക്കളുണ്ടല്ലോ, ആഘോഷങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ തെരുവിലേക്ക് കടന്നു പോകുമ്പോ നമ്മളുണ്ടല്ലോ, നമ്മുടെ മക്കളെ എന്റെ പ്രിയപ്പെട്ടവരെ തടഞ്ഞു നിർത്തേണ്ടതാ. ജാതി, മതം, രാഷ്ട്രീയം ഇതെല്ലാം നിങ്ങൾക്കൊന്നും ചർച്ച ചെയ്യാനൊന്നുമില്ലേ? ഓണം എല്ലാവരുടെയും ആഘോഷമാണ്. അതെല്ലാവരും ആഘോഷിച്ചു കൊണ്ടേ നിൽക്കും. നിലപാടുകൾ ഉണ്ടാക്കരുത്, പഴയ നിലപാടിൽ മുന്നോട്ട് പോകണം. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ പുതിയ കുറച്ച് നിലപാടുകൾ ഉണ്ടാകരുത്. ഒരു ഓണത്തിന് വേണ്ടി അയൽ വീട്ടുകാർ അശോകന്റെ വീട് അല്ലെങ്കിൽ മറ്റു ഒരു ചന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അവര് നമുക്ക് കൊടുത്തയച്ചു. എന്താ സ്വീകരിക്കണ്ടേ, കഴിക്കണ്ടേ? ചോറ് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തയച്ചു, അവരും കഴിക്കും. എന്റെ ഇവിടുന്ന് അങ്ങോട്ടും ഇവിടെ കൊടുത്തയക്കലില്ലേ? എന്റെ വാപ്പാക്ക് എല്ലാ ഓണത്തിനും എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി, ഒന്നിരിക്കും പായസം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വാപ്പ എന്നോട് സ്നേഹമുള്ള രോഗിയുള്ള ആളുകളൊക്കെ കൊടുത്തയക്കും. പെരുന്നാളാവുമ്പോൾ വാപ്പനെ അവരങ്ങോട്ട് വിളിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഭക്ഷണം അവർക്കും ഉണ്ടാക്കി കൊടുക്കും. നോമ്പുറക്കലിന് ഒരു നോമ്പുറക്കൽ, ഹിന്ദുക്കളില്ലാത്തൊരു നോമ്പുറക്കൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവില്ല. മുഹറം പത്തില്ല. ഇപ്പൊ നിങ്ങളിപ്പം മുഹറം പത്തിന് എന്റെ പേരിൽ വന്നിരുന്നു, അവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, നമ്മളെ അയൽവാസികളാണ്, നമ്മൾ സമൂഹമായി ജീവിക്കുന്ന ആളുകളല്ലേ. എന്താ ഈ പറഞ്ഞു കൂട്ടുന്നതൊക്കെ? എന്താണ് ഇപ്പൊ വിചാരിച്ചത്? മനുഷ്യ ആയിരക്കണക്കായ കൊല്ലങ്ങളായി നടന്നു വരുന്ന സൗഹൃദങ്ങളെ തകർക്കാൻ പാടില്ല. ഗൗരവമായി മനസ്സിലാക്കണം. ഈ ഉസ്താദ് പറയുന്നുണ്ടോ, അതാണ് ശരി, അതാണ് യാഥാർത്ഥ്യം. ഓണം വരുമ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടുകാർക്കും എല്ലാവർക്കും നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. അതേപോലത്തെ അവരുടെ പെരുന്നാളും കാര്യങ്ങളും വരുന്ന സമയത്ത് നമ്മൾക്ക് ഭക്ഷണം തരുത്തുണ്ട്. ഇതാണ് പരസ്പര സ്നേഹം. ഓണം ആഘോഷിക്കരുത് എന്ന് ആരാണ് പറഞ്ഞത്? എന്തിനാണ് അങ്ങനെ വെറുതെ പറഞ്ഞൊരു കുഴപ്പമുണ്ടാക്കുന്നത്? ഓണം ആഘോഷിക്കേണ്ടതാണ്. ആഘോഷിക്കേണ്ടവർ നിർബന്ധമായും ഓണം ആഘോഷിക്കട്ടെ. അപ്പോൾ മുസ്ലിമീങ്ങളായ നമ്മൾ അതിൽ പങ്കെടുക്കണോ? ഒരു സദ്യ കഴിക്കാൻ വേണ്ടി വിളിച്ചാൽ പോകുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അതിൻ്റെ പേരിൽ സ്നേഹവും സൗഹാർദ്ദവും പങ്കിടുന്നതും ഒരു തടസ്സവുമില്ല. പിന്നെ എന്താണ് പ്രശ്നം? അവരുടെ ആരാധന കർമ്മങ്ങളിൽ, ആചാരാനുഷ്ഠാനങ്ങളിൽ നമ്മൾ പോയി തലയിടുന്നതാണ് പ്രശ്നം. നമ്മുടെ നാട്ടിൽ പെരുന്നാൾ വരുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ അയൽവാസികളായ ഇതര മതസ്ഥർ പലപ്പോഴും വരികയും ഭക്ഷണങ്ങൾ കഴിക്കുകയും, വന്നിട്ടില്ല എങ്കിൽ അവരുടെ വീട്ടിലേക്ക് നമ്മൾ ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട്, സൗഹാർദ്ദം പങ്കിടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇന്ന് കണ്ടവനെ നാളെ കാണുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടേക്കാണ് നമ്മുടെ ഈ ഭൂമി കടന്നു പോകുന്നത്. ലഹരി ഒരുപാട് ഇന്ന് കാണുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് നിങ്ങളും ഞാനും ഒക്കെ കടന്നു പോകുന്നത്. ോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. നിങ്ങളുടെ ഈ സംസാരത്തിന് മാത്രം എനിക്ക് യോജിക്കാൻ താല്പര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ കേരള ജനതയുടെ വിശേഷപ്പെട്ട ഒരു ആഘോഷമാണ് ഓണം. കേരള ജനത മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളൊരു ചൊല്ലുണ്ട്. ഓക്കെ, ഈ സംസാരത്തിന് ഞാൻ യോജിക്കും. നിങ്ങൾ പറയുന്ന ഒരു സംസാരമുണ്ട്, ആഘോഷം വരുവാണല്ലോ എൻ്റെ പൊന്നു സഹോദരന്മാരെ, അതിൽ പങ്കെടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? അതിൻ്റെ ഒരു റീസൺ ഒന്ന് പറഞ്ഞു തരും. നിലപാടുകൾ ഉണ്ടാക്കരുത്, പഴയ നിലപാടിൽ മുന്നോട്ട് പോകണം. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ പുതിയ കുറച്ച് നിലപാടുകൾ ഉണ്ടാകരുത്. എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ പാടില്ല.
ആദർശം എന്റെ പ്രിയപ്പെട്ടവരെ വിട്ടുകളിക്കാനോ പാടില്ല. ഓരോരുത്തരെയും വിശ്വാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോരുത്തരെയും മനസ്സിന്റെ ഉള്ളിലല്ലേ. നമ്മൾ ഈ നാട്ടിൽ എന്തെങ്കിലും ദുരന്തം നടന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ജാതി മതസ്ഥരും ഒത്തുചേർന്നിട്ടാണ് എന്ത് അതിന് കര കയറി വരല്ലേ. അല്ലാണ്ട് ഇന്ന മതത്തിൽപ്പെട്ട വന്നാൽ മതി നിർത്തണം ചിന്തിക്കുകയല്ല. പിന്നെ ഈ കേരളത്തിന്റെ ഒരു ദേശീയ ഉത്സവമായിട്ടാണ് എന്ത് നമ്മൾ ഈ ഓണത്തിനെ കാണുന്നത്. മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ മതത്തിൽപ്പെട്ട് ചെയ്യുന്നല്ലാണ്ട് ഓണായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ മതത്തിൽപ്പെട്ടവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ടാണ് എന്ത് മുന്നോട്ട് പോലെ. പിന്നെ ഇതിന് മാത്രം പിന്നെ എന്താ വിഷയം? ഇതിനാ ഇവിടെ ഇത് കേൾക്കുന്ന ആർക്കും കൂടിയും വേണ്ടേ കുറച്ച് സത്യാവസ്ഥയുണ്ട് എന്നുള്ള കാര്യം. ജാതി മതം രാഷ്ട്രീയം ഇതല്ലാതെ നിങ്ങൾക്കൊന്നും ചർച്ച ചെയ്യാനൊന്നുമില്ലേ? ഓണം എല്ലാവരുടെയും ആഘോഷമാണ്. അതെല്ലാവരും ആഘോഷിച്ചു കൊണ്ടേ നിൽക്കും. ഞാൻ എൻ്റെ വീട്ടിൽ പെരുന്നാൾ ഭക്ഷണം ഉണ്ടാക്കിയ ഞാൻ മുസ്ലിം വീട്ടിൽ കൊടുക്കൂല. എന്തുകൊണ്ട്? അന്ന് എല്ലാ മുസ്ലിം വീട്ടിലും ഭക്ഷണം ഉണ്ടാക്കും. ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ എൻ്റെ പരിസരത്ത് ഒരുപാട് ഹിന്ദു വീടുകളുണ്ട്. അപ്പോൾ ഒരാളെ നിർത്തിയിട്ട് ബിരിയാണി ഉണ്ടാക്കും, പ്രത്യേകിച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും. അവർക്ക് ബീഫ് കഴിക്കൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കുറച്ചൊക്കെ ബീഫ് കഴിക്കുന്നവരുണ്ടെങ്കിലും ഭൂരിപക്ഷം ബീഫ് കഴിക്കാത്തവരാണ്. അപ്പൊ ഞാൻ എല്ലാ പെരുന്നാക്കും ഈ പെരുന്നാളടക്കം എന്റെ പരിസരത്തുള്ള ഒരു കുക്കിനെ ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്യും? ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും, ഹിന്ദു വീട്ടിൽ കൊടുത്തേക്കും. കാരണം കഴിച്ച് കിട്ടിയില്ലെങ്കിൽ അവർക്ക് വിഷമാണ്. പെരുന്നാളായിട്ട് ഉസ്താദിന്റെ വീട്ടിൽ നിന്നൊന്നും കിട്ടിയില്ലല്ലോ. അവര് ഓണാണെങ്കിലും വിഷു ആണെങ്കിലും സാധനങ്ങൾ ഇങ്ങോട്ട് കൊടുത്തേക്കും. ഉസ്താദിന് എന്തെങ്കിലും കൊടുക്കണം. പായസമായിട്ടും അടപ്രഥമനായിട്ടും ഇങ്ങനെ പല സാധനം ഉണ്ടാക്കി അവർ എൻ്റെ അടുത്ത് കൊണ്ടുതേക്കും. ഞാനെന്റെ കുട്ടികൾ കഴിക്കും. കാരണം അവര് നമ്മളൊക്കെ അവർക്കൊരു വിശ്വാസം ഉണ്ടല്ലോ. സുപ്രജാരാമപൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാതുലം കർത്തവ്യം ദൈവമാന്തിതം ഉത്തിഷ്ഠോതിഷ്ഠ ഗോവിന്ദ ഉത്തിഷ്ഠ ഗരുഡധ്വജ ഉത്തിഷ്ഠ കമലാകാന്ത പ്രൈലോഹ്യം മംഗളം ഗുരു കമലാകുജ തിന്ദിന കുങ്കുമതോ നിയതാതുനി താതുല നീലതനോ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഇത്? ഇവിടെ പ്രഭാതത്തിൽ കേൾക്കാം. സന്ധ്യയാകുമ്പോ ഒരുപാട് രാമ 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 പാകിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാകിമ. സന്ധ്യാനാമ ജപമാണത്. കുറെ ഉണ്ടത്. ഏതാണ്ട് ഒരു 10-80 വരെയുള്ളൂ. മുഴുവൻ കാണാറിയാം. എല്ലാം പഠിക്കണം മനുഷ്യന്മാരെ എന്ന വരെ മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. നമ്മുടെ മക്കളിന്റെ പ്രിയപ്പെട്ടവരെ ആഘോഷത്തിന് പോകുമ്പോ ഓണമെന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ പാടില്ല. ഹൈന്ദവരെ സ്നേഹിക്കേണ്ടതാ, ക്രൈസ്തവരെ ബഹുമാനിക്കേണ്ടതാ, മറ്റുള്ള മതക്കാരെ ബഹുമാനിക്കേണ്ടതാ. എന്നാൽ ആദർശം വിട്ടുകളിക്കാനോ പാടില്ല. ആദർശം എന്റെ പ്രിയപ്പെട്ടവരെ വിട്ടുകളിക്കാനോ പാടില്ലോ. നിന്റെ മക്കളുണ്ടല്ലോ, ആഘോഷങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ തെരുവിലേക്ക് കടന്നു പോകുമ്പോ നമ്മളുണ്ടല്ലോ, നമ്മുടെ മക്കളെ എന്റെ പ്രിയപ്പെട്ടവരെ തടഞ്ഞു നിർത്തേണ്ടതാണ്. പുതിയ പുതിയ നിലപാടുകൾ ഉണ്ടാക്കരുത്. പഴയ നിലപാടിൽ മുന്നോട്ട് പോകണം. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ പുതിയ കുറച്ച് നിലപാടുകൾ ഉണ്ടാകരുത്. ഒരു ഓണത്തിന്